ഡീറ്റെയിൽസ് പറഞ്ഞില്ല കൊച്ചു. എന്തൊക്കെയാ? സിനിമ വാഴമയം, പിന്നെ എഴുതിയത് വയലാർ സാറ്, പിന്നെ സംഗീതം കൊടുത്തത് ദേവരാജ മാഷി, പാടിയത് പി മാധുരിയമ്മ. വെരി ഗുഡ്. കഴിഞ്ഞോ? അത്രേ ഉള്ളോ? ഓക്കെ, എന്നാ പാടാ. സൂപ്പർ. തുടങ്ങാം. ഓൾ ദി ബെസ്റ്റ്. സെറ്റ്. ഹൈ ഫൈ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അടിപൊളി പാട്ടുപാടിയല്ലോ, കലക്കി. അത് സുന്ദരിക്കുട്ടി പാടുമ്പോ കൈയുടെ അഴകാണ്. ആ പാട്ട് വിടുന്ന പാടുമ്പോ ആ കൈ ഇങ്ങനെ അത് കാണാനൊരു പ്രത്യേക ചന്തമാണ്.
പക്ഷെ ഇപ്പോഴൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാടുമ്പോഴേ കൈ ഇങ്ങനെ ഉപയോഗിക്കണത് ഭയങ്കര രസാ. പിന്നെ പോക അത് പതുക്കെ മാറ്റണം കേട്ടോ. കാരണം ഈ തൊണ്ടയിലുള്ള സംഗതി കയ്യിലും കൂടെ വരും. ഇനിയിപ്പൊ കയ്യിന്ന് വലുതാവുമ്പോ കുറച്ചുകൂടെ വലുതാവുമ്പോ അത് തൊണ്ടയിൽ തൊണ്ടയിലേക്ക് വരും. അതെ, കയ്യിന്ന് തൊണ്ടയിലേക്ക് പിന്നെ അത് ശരീരത്തിലോട്ട് ഇറങ്ങി വ്യാപിക്കും. അതൊരു ആലായിട്ട് ഇങ്ങനെ മുളച്ചു വരണം. നല്ല കേട്ടാ, എന്നെ മനസ്സിലായി. മക്കളെ സൂപ്പർ ആയിരുന്നു എന്നാ പറഞ്ഞേ. എന്ത് രസമായിരുന്നു അത്. ഞാൻ സമ്മതിച്ചു കേട്ടോ. ആ സംഗതികളെല്ലാം ആ കൊച്ചു ഒപ്പിയെടുത്ത് പാടിയിട്ടുണ്ട്. ഈ പ്രായത്തിലുള്ള കുഞ്ഞാണേ ഇല്ലേടാ? എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 6 വയസ്സുള്ള കുഞ്ഞ്. ആ എന്ത് രസമായിട്ട് ആ സംഗതികളെല്ലാം കറക്റ്റ് ആയിട്ട് പാടി. അതിനകത്ത് ആ ഒരു ഡീറ്റെയിൽ ഒക്കെ ശ്രദ്ധിച്ച് മക്കള് പഠിച്ചിട്ടുണ്ട്. മോളെ ആരാ ഈ പാട്ട് പഠിപ്പിച്ചു തന്നെ? അമ്മ. അയ്യോ, അപ്പൊ അമ്മ പാടുവോ? അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അതെ, അപ്പൊ അമ്മയുടെ ഒരു 2 ലൈൻ കേൾക്കാം. പിന്നെ അല്ലാതെ എന്നാ അമ്മ സ്റ്റേജിലേക്ക് വരൂ. വാ. ഏത് പാട്ടാ പാടുന്നേ? പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ ഓർമ്മ കിട്ടുന്നില്ല. ഫേവറേറ്റ് ആയിട്ടൊരു പാട്ടുണ്ടാവില്ലേ? അത് പാടിക്കോ. മോഹം കൊണ്ടു ഞാൻ ദൂരെ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ കളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സൂപ്പർ, വെരി ഗുഡ്, വെരി ഗുഡ്. നേരത്തെ പാടാറുണ്ടായിരുന്നോ ഈ ഗാനമേള അങ്ങനെയുള്ള ഫാമിലി ഫംഗ്ഷനിലൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? നന്നായിട്ട് പാടുണ്ടല്ലോ, നല്ല വോയിസ്. ചില ആൾക്കാർ ചെറുപ്പത്തിൽ കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, നമ്മള് മ്യൂസിക്കൽ വൈഫ് ഉണ്ടായിരുന്നപ്പോ ഇവിടെ ജോയിൻ ചെയ്യാൻ അതെ, ശരിക്കും അല്ല ഡെയിൻ, അതെ അതെ അതെ. തിരുവാതിരക്കൊക്കെ പാട്ട് പാടാറുണ്ട്. തിരുവാതിരക്ക് ഏത് പാട്ടാ പറഞ്ഞേ? വിഘ്നവിനായക. അതെങ്ങനെയാ? പരമേശ പാഹി പാഹി മാം സന്തതം സ്വാമിൻ. പരമേശ പാഹി പാഹി മാം സന്തതം സ്വാമിൻ. ഹരപുര നാശന ദൈവമേ. സൂപ്പർ സൂപ്പർ. ഞാനിപ്പം പഠിക്കുന്നത് നമ്മുടെ കാഞ്ഞങ്ങാട് രാമേന്ദ്ര രാമേന്ദ്രന്റെ ശിഷ്യയാണോ? വെരി ഗുഡ്. കൊറേ നാൾക്ക് ശേഷം ഒരാഗ്രഹത്തിന് വേണ്ടി ചേർന്നതാണ്. തീർച്ചയായിട്ടും അത് പഠിക്കും. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. രണ്ടുപേരും കലക്കി. നമുക്ക് ഇന്ന് ഭയങ്കര ലോട്ടറി ആട്ടോ മാച്ചേട്ടാ. ഒത്തിരി പേരെ അവരുടെ അറിയാണ്ട് നമ്മൾ അച്ഛനും അമ്മയും വിളിച്ചു. പക്ഷെ സൂപ്പർ പാട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ഞെട്ടിക്കുന്നു. അപ്പൊ അതിന്റെ ഗുണം എന്താ? മ്യൂസിക്കൽ വൈഫിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ഇതാ വേറൊരു പരിപാടി ഔസപ്പച്ച സാറും കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം വോയിസ് ഓഫ് കേരള വരുന്നു. അതെന്താ വിട്ടുപോയ കാര്യം? അത് ഞാൻ ടോപ്പ് സിംഗർ വന്നതിന് ശേഷം നാട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവിടെ നിന്നുണ്ടല്ലോ നാട്ടിൽ പോയിട്ട് ഞെട്ടിപ്പോയി. മൊത്തം എന്റെ ഫോട്ടോസ്. എനിക്ക് 4 അനുമോദനങ്ങളും കിട്ടി. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ചോക്ലേറ്റ് തന്ന് നിറഞ്ഞു. ദൈവമേ, അധികം ചോക്ലേറ്റ് കഴിക്കണ്ട, കുറച്ച് മതി. നാടെവിടെയാ കുഞ്ഞിന്റെ? കാസർഗോഡ്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് വെള്ളിക്കോത്ത്. മധുവങ്ങൾ ഒരു പാട്ട് ഗിഫ്റ്റ് ആയിട്ട് തരാം. ഗിഫ്റ്റ് അമ്മയ്ക്കും മോൾക്കും. ഓക്കെ?
വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഈ ഇന്ദു പുഷ്പഹാരമണിയൂ മധുമതി വസുമതി ഋതുമതി ഇനിയുണരൂ ഇവിടെ വരൂ ഈ ഇന്ദു പുഷ്പഹാരമണിയൂ മധുമതി. അതെ മധു അപ്പോ നന്നായിട്ട് പാടുന്ന അമ്മയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട വൈദേഹി കുട്ടിക്കും വേണ്ടി പോരട്ടെ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പൂക്കുറ്റി. Thank you.